ശാങ്കരഭാഷ്യം. ഓം. ഇനി പുസ്തകത്തിൽ നോക്കാം. നാരായണഃ പരോ വ്യക്താത് അണ്ഡം അവ്യക്തസംഭവം അണ്ഡസ്യ അന്തസ്തിമേ ലോകാഃ അണ്ഡസ്യ അന്തഃ തു ഇമേ ലോകാഃ സപ്തദ്വീപാ ച മേദിനി. ഇത് ആചാര്യസ്വാമികൾ രചിച്ചതാണെന്നും അല്ല ഇത് മറ്റേതോ പുരാണത്തിൽ നിന്നും ഉദ്ധരിച്ചതാണെന്നും രണ്ടു പക്ഷമുണ്ട്. രണ്ടു തരത്തിൽ പറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ആദ്യം ഭഗവത് സ്മരണയോടുകൂടി തന്റെ രചന ആരംഭിക്കുകയാണ്. നാരായണഃ, പരമേശ്വരനായ നാരായണൻ, അവ്യക്താത് പരഃ, അവ്യക്തത്തിനും അപ്പുറം സ്ഥിതി ചെയ്യുന്നവനാണ്. ഈ ഭാഷ്യത്തിലെ പല കാര്യങ്ങളും വിശദീകരിക്കുന്നത് ഈ ഭാഷ്യത്തിന് തന്നെ പല വ്യാഖ്യാനങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഭാഷ്യകാരന്റെ തന്നെ ശിഷ്യൻ എന്ന് കരുതപ്പെടുന്ന ആനന്ദഗിരി, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ് പൊതുവെ ഇതിനെ ആശ്രയിച്ചു വരുന്നത്. പക്ഷെ പിൽക്കാലത്ത് മറ്റു പലരും ഈ ഭാഷ്യത്തിന് തന്നെ വിശദമായ വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്തിന്? ഭാഷ്യ വ്യാഖ്യാനമായ ആനന്ദഗിരിക്കും വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ന് ലഭ്യവുമാണ്. അതിൽ പ്രയാസമായി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ആനന്ദഗിരിയുടെ വ്യാഖ്യാനത്തിനനുസരിച്ചായിരിക്കും അർത്ഥം വിശദീകരിക്കേണ്ടി വരിക. ഇവിടെ പറയുന്നു അവ്യക്തം. അവ്യക്തം എന്ന് പറയുന്നതിന് ഇവിടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന മായാശക്തി എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ മായാശക്തി അത് അവ്യക്തമാണ്. അതിന് അവ്യക്തം എന്ന് എന്തുകൊണ്ടൊരു പേര് വന്നു? അതിനെ വിശദീകരിക്കുന്നത് ജീവൻ മായയ്ക്ക് അല്ലെങ്കിൽ അവിദ്യയ്ക്ക് അധീനനാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരമാത്മ ചൈതന്യത്തിൽ നിന്നും ഉള്ള ജീവസൃഷ്ടി, ആ ജീവസൃഷ്ടി ഒരു മായാകാര്യമാണ്. അപ്പം മായയുടെ കാര്യം അല്ലെങ്കിൽ മായയ്ക്ക് അധീനനായിരിക്കുന്ന ജീവന് ഒരിക്കലും സ്വകാരണമായിരിക്കുന്ന മായ വെളിപ്പെടത്തില്ല. അതുകൊണ്ടാണ് അതിന് അനിർവചനീയ രൂപാസ, ആ മായ അനിർവചനീയാണോ, വിശദീകരിക്കാൻ കഴിയാത്തതാണ്. ആ അർത്ഥത്തിൽ അതിന് അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നു. ജീവന് വ്യക്തമായിരിക്കുന്നത് മായാകാര്യങ്ങളാണ്. മായാകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ശബ്ദ സ്പർശ രൂപരസ ഗന്ധരൂപത്തിൽ നിൽക്കുന്ന ഈ ജഗത്ത്, അത് ജീവന് വ്യക്തമായിരിക്കുന്നു. പക്ഷേ സ്വകാരണമായിരിക്കുന്ന മായ അതൊരിക്കലും ജീവന് അതിന്റെ പൂർണ്ണരൂപത്തിൽ വെളിപ്പെടത്തില്ല. അതിന്റെ ഉത്പത്തി സ്ഥിതി ജീവനൊരിക്കലും മനസ്സിലാക്കാൻ കഴിയത്തില്ല. മായാശക്തി ജീവനെ സംബന്ധിച്ചിടത്തോളം നശിക്കാം. അത് നശിച്ചു കഴിഞ്ഞാലും അത് ജീവന് വെളിപ്പെടത്തില്ല. ആത്യന്തികമായി ജീവനിൽ സംഭവിക്കുന്നത് മായാശക്തിയുടെ നാശമാണ്. ആ നാശത്തിനും അത് നശിച്ചു പോകുന്നതല്ലാതെ അതിന്റെ സ്വരൂപം ഒരിക്കലും ജീവന് വെളിപ്പെടുന്നതല്ല. അതുകൊണ്ട് അതിന് അവ്യക്തം എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ഈ മായാശക്തി ഈശ്വര ചൈതന്യത്തെ ആശ്രയിച്ച്, ഈശ്വര ചൈതന്യത്തെ മറച്ച് നിലകൊള്ളുന്ന ഒരു ശക്തിവിശേഷമാണ്. അത് ഈശ്വര ചൈതന്യത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതേസമയം ആശ്രയിച്ചുകൊണ്ട് തന്നെ അതിനെ മറയ്ക്കുന്നു. ആർക്ക്? ജീവന്.
ഈശ്വര ചൈതന്യത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവനും ഈശ്വരനും ഇടയിൽ ഒരു മറ സൃഷ്ടിക്കുക. അതാണ് ഈ അവ്യക്തം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം ഒരു മറയായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്വയം മറഞ്ഞു നിന്നുകൊണ്ട് ജീവനെ വ്യാമോഹിപ്പിക്കുന്ന ഈ ശക്തി ഈശ്വരനെയും മറയ്ക്കുന്നു. അതുകൊണ്ട് മായാശക്തിക്ക് അപ്പുറം ഉള്ള ഈശ്വരൻ നാരായണൻ, അത് ജീവന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? മായ തന്നെ സ്വയം അവ്യക്തമായി മറഞ്ഞിരിക്കുമ്പോൾ മായ അതീതനായ ആ ഈശ്വരൻ സ്വാഭാവികമായും മറഞ്ഞു തന്നെയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പര എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അത് പരമായി തന്നെ ഇരിക്കുന്നു. ജീവനെ സംബന്ധിച്ചിടത്തോളം മായയ്ക്ക് താഴെയുള്ള സർവവും അപരമായിട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ മായയ്ക്ക് താഴെയുള്ള ഏതിനെക്കുറിച്ച് അവന് ചിന്തിക്കാനും അറിയാനും എല്ലാമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവന് കിട്ടിയിരിക്കുന്നത് ഈ മായാശക്തിയിൽ നിന്നാണ്. അതുകൊണ്ടെല്ലാം അവന് മറ്റൊന്നും പരമല്ല, മറിച്ച് അപരമാണ്. അതേസമയം ഈശ്വരനാണെങ്കിലോ അവിദ്യ അധീനനായിരിക്കുന്നിടത്തോളം കാലം, അവിദ്യാവശകനായിരിക്കുന്നിടത്തോളം കാലം ഈ ജീവൻ അത് പരനായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് പരന് വേണ്ടി ഒരു അന്വേഷണം. വേണ്ടി വന്നിരിക്കുന്നു. വാസ്തവത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്? അതിവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഗ്രന്ഥത്തിന്റെ ആദിയിൽ തന്നെ സംബന്ധം, അധികാരി, വിഷയം, പ്രയോജനം എല്ലാം സൂചിപ്പിക്കണമെന്നാണ്. വ്യക്തമായി തുറന്നു പറയത്തില്ല. മേധാവിയായ ജിജ്ഞാസ അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ്. അതായത് ജീവനും ഈശ്വരനും പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ. അതാണ് അദ്വൈത സിദ്ധാന്തം. അദ്വൈത സിദ്ധാന്തത്തിന്റെ കാതൽ അതാണ്. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പുതിയൊരു വിഷയമല്ലാതെ. പക്ഷേ ജീവൻ അതെന്നും പരനായി തന്നെ ഇരിക്കുന്നു. അപരനല്ല. അതിവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അവ്യക്താത് പരഹ. ജീവൻ ഈശ്വരൻ പരനായിരിക്കുന്നു, അന്യനായിരിക്കുന്നു. അതേസമയം ഈശ്വരൻ ഒഴികെ ബാക്കിയെല്ലാം അപരമായിരിക്കുന്നു, ജീവനോട് അഭിന്നമായിരിക്കുന്നു. എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രഹ്മസൂത്രത്തിന്റെ ആദ്യ ചർച്ച ചെയ്ത അധ്യാസം അവിടെ എത്തിച്ചേർന്നു. അതായത് ജീവൻ മായയ്ക്ക് താഴെയുള്ള സർവ പ്രപഞ്ച ഘടകങ്ങളുമായി അപരഭാവത്തിലിരിക്കുന്നു, താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതിനാണ് അധ്യാസം എന്ന് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. അതിനിവിടെ സൂചിപ്പിക്കുകയാണ്. പരം അപരം. വാസ്തവത്തിൽ ജീവൻ താതാത്മ്യപ്പെട്ടിരിക്കേണ്ടത് ഈ പരനായ നാരായണനോടാണ്. ഇപ്പോൾ അവന് പരനായിരിക്കുന്ന ഈ നാരായണനോടാണ് ജീവൻ താതാത്മ്യപ്പെട്ടിരിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ആ നാരായണൻ തികച്ചും പരനായി, അവ്യക്തത്തിനും അപ്പുറമായി, മായയ്ക്ക് ഉപരിയായി ആ ജീവനിൽ നിന്ന് അകന്നിരിക്കുന്നു. മറിച്ച് ആ അവ്യക്തത്തിന് ഇപ്പുറമുള്ള സർവ്വവസ്തുക്കളോടും, സൂക്ഷ്മ സ്ഥൂലമായ സർവ്വവസ്തുക്കളോടും, ജീവനോട് അത്യന്തം അടുത്തിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന അന്ധകരണം, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയോടും, ബാഹ്യമായ സ്ഥൂല ശരീരം, വിഷയങ്ങൾ, ഇതിനെല്ലാത്തിനോടും അവൻ അപരനായി താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഇതിന് രണ്ടിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഈ വൈപരീത്യം. വാസ്തവത്തിൽ എന്താണോ സംഭവിക്കേണ്ടത്? ഈ പരനായിരിക്കുന്ന നാരായണനോട് അഭേദമായി താതാത്മ്യരൂപത്തിൽ സ്ഥിതി ചെയ്യേണ്ട ഈ ജീവൻ ആ ഈശ്വരനെ പരനാക്കി
മായാകാര്യങ്ങളായ ഈ സൂക്ഷ്മ സ്ഥൂലഭാവത്തിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഇതിനെയാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ഇതാണ് സംസാരം എന്ന് പറയുന്നത്, ഇതാണ് ജഗത്ത്. അത് രണ്ടു തരത്തിലിരിക്കുന്നു. സൂക്ഷ്മഭാവത്തിലും സ്ഥൂലഭാവത്തിലും ആ താതാത്മ്യം സംഭവിച്ചിരിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത് അവ്യക്താത് അണ്ഡം എന്നാണ്. ഏതൊരു സ്ഥൂലമായ സൃഷ്ടിയുടെയും ബീജഭാവത്തെയാണ് നമ്മൾ അണ്ഡം എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ വിത്ത് എന്ന് വെച്ചാൽ അതിന്റെ സൂക്ഷ്മമായ അവസ്ഥ. ഇതിനെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സൂക്ഷ്മമായ അവസ്ഥയ്ക്ക് സമഷ്ടി രൂപത്തിൽ അതിന് ഹിരണ്യഗർഭൻ, അതിന്റെ തന്നെ സ്ഥൂലമായ ഭാവത്തിന് വിരാട്. ഈ രണ്ടു പേരുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനാണ് ഭാഷ്യകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അവ്യക്താദണ്ഡം. അതെങ്ങനെ അവ്യക്ത സംഭവം? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം. അവ്യക്തത്തിൽ നിന്നാണ് സർവവും സംഭവിച്ചിരിക്കുന്നത്. ഈ മായയിൽ നിന്ന്, മായാശക്തിയിൽ നിന്ന്. മായാശക്തിയിൽ നിന്നും സർവവും സൂക്ഷ്മവും സ്ഥൂലവും വ്യഷ്ടി രൂപത്തിൽ, പരിച്ഛിന്നമായ രൂപത്തിൽ, വെവ്വേറെ ഓരോ ജീവനോടും വേറിട്ട് വേറിട്ട് ചേർന്നു. അത് വ്യഷ്ടി. സമഷ്ടി രൂപത്തിലും ഈ ജീവന്മാർ, അനന്തമായ ജീവന്മാർ, അവയെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് അവയോടെല്ലാം ചേർന്നു സമഷ്ടി രൂപത്തിൽ. അതാണ് സമഷ്ടി എന്ന് പറയുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വിരാട് പുരുഷൻ എന്ന് പറയും. സ്ഥൂലഭാവത്ത് ഈ രണ്ടു തരത്തിൽ ഈ സൃഷ്ടി ജീവനോട് ചേർന്ന് നിൽക്കുകയാണ്. വ്യഷ്ടി രൂപത്തിലും സമഷ്ടി രൂപത്തിൽ. അതിന്റെ ആ സൂക്ഷ്മം അതിന്റെ സമഷ്ടി രൂപത്തിൽ നിൽക്കുന്നതാണ് അണ്ഡം. അതെവിടെ നിന്നുണ്ടായി? അവ്യക്ത സംഭവം. അവ്യക്തമാണ് അതിന്റെ സംഭവം, കാരണം. അല്ലെങ്കിൽ അവ്യക്തമാകുന്ന സംഭവത്തോട്, കാരണത്തോടു കൂടിയത് എന്ന് പറയുമ്പോൾ ഇതിൽ വാസ്തവത്തിൽ ഈശ്വരന് യാതൊരു കർത്തൃത്വമില്ല. ഇനി ഭഗവാൻ തന്നെ പറയും സുയതേ സചരാചരം. ഈ കാണുന്ന സർവസൃഷ്ടി മയാധ്യക്ഷേണ പ്രകൃതി. ഞാനിതിനൊരു അധ്യക്ഷനായിട്ട് ഇരിക്കുന്നു എന്ന് വെച്ചാൽ വെറുതെ ഇരുന്നു കൊടുക്കുകയാണ്. എന്റെ സാന്നിധ്യത്തിൽ ഈ പ്രകൃതി, ഈ ചരാചരങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ അവ്യക്തം. ചരാചരാത്മകമായ പ്രപഞ്ചം, ആ ചരാചരാത്മകമായ പ്രപഞ്ചം, അതിന് നമ്മുടെ അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചരാചരാത്മകം ചിജ്ജഡ സംയോഗം. ചിത്തും ജഡവും തമ്മിലുള്ള ഒരു സംയോഗം, ഒരു കൂടിച്ചേരൽ, ഒരു കൂടിക്കലരൽ. ആ ചിത്തും ചൈതന്യവും ജഡവും പ്രപഞ്ചവും തമ്മിൽ കൂടിക്കലർന്നിരിക്കുക. എങ്ങനെ കൂടിക്കലരുന്നു? സൂക്ഷ്മ സ്ഥൂലഭാവങ്ങൾ. അതാണ് ആ ഈശ്വരന്റെ ജീവഭാവം. ഇതിനാണ് ജീവത്വം എന്ന് പറയുന്നത്. ജീവത്വം സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളോട് ഈശ്വര ചൈതന്യം താതാത്മ്യപ്പെട്ടിരിക്കുക. അതാണ് ജീവത്വം. അതിന്റെ സമഷ്ടിയിൽ ആ ജീവനെ ഹിരണ്യഗർഭനെന്നും, സൂക്ഷ്മത്തിൽ സ്ഥൂലത്തിൽ അതേ ജീവനെ തന്നെ വിരാട് എന്നും വിളിക്കുന്നു. അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നെന്തിനു സൂചിപ്പിക്കുന്നു? ആ ജീവനെ, ആ ജീവന്റെ ബന്ധനാവസ്ഥയെ. ജീവന് ആദ്യമേ ഞാൻ പറഞ്ഞു, ജീവനുള്ള ഒരു സവിശേഷത എന്താണ്? ഒരിക്കലും ജീവന് മായയെ തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ജീവൻ ഒരിക്കലും താൻ ബന്ധനസ്ഥനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് തിരിച്ചറിയണമെങ്കിൽ ആ മായാശക്തിയെക്കുറിച്ച് അല്പമെങ്കിലും ബോധം ഉണ്ടായാലേ പറ്റും. അതുണ്ടാകാത്തതുകൊണ്ട് തന്നെ
അക്കാര്യത്തെ ജീവന് സ്വസംവേദ്യമായിരിക്കുന്നു. അതായത് സദാ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബന്ധനത്തെ ബോധിപ്പിക്കുന്നതിന് ശാസ്ത്രം അല്ലെങ്കിൽ ഗുരുവിന്റെ ആവശ്യം വേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് മായ അവ്യക്തം എന്ന് പറഞ്ഞത്. സ്വയം അതിനെ ബോധിക്കുന്നതിന് മായ തടസ്സമായി നിൽക്കുന്നു. ഈ രണ്ടു കാര്യങ്ങൾക്ക്, ഒന്ന് ബന്ധനം, മറ്റൊന്ന് മോചനം. മായ തടസ്സമായി നിൽക്കുന്ന എന്തിനാണോ? മോചനത്തിന് മാത്രമല്ല, മോക്ഷത്തിന് മാത്രമല്ല മായ തടസ്സമായിരിക്കുന്നു. താൻ ബന്ധനസ്ഥനാണ് എന്ന് ജീവന് സ്വയം ധരിക്കുന്നതിനും അത് തടസ്സമായി നിൽക്കുന്നു. ആ തടസ്സമായി നിൽക്കുന്നുകൊണ്ടാണ് ബോധപൂർവമായി ഒരാൾ സ്വന്തം മോചനത്തിന് വേണ്ടി പരിശ്രമിക്കാത്തത്. അതിനറിയാത്തതുകൊണ്ടാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബോധപൂർവം പരിശ്രമിക്കുന്നു. ഈ രണ്ടു തരത്തിൽ ജീവനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവ്യക്തമായിരിക്കുന്ന മായ, ആ മായ അതിന്റെ കാര്യങ്ങളായിരിക്കുന്ന സ്ഥൂല സൂക്ഷ്മാത്മകമായ പ്രപഞ്ചം, ആ പ്രപഞ്ചങ്ങളോട്, പ്രപഞ്ച ഘടകങ്ങളോട് ജീവനെ ബന്ധിപ്പിക്കുന്നു. അതിനാണ് ചിത് ജഡ സംയോഗം, ചിത്തും ജഡവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നു. അങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബന്ധം കൊണ്ട് തന്നെ ആ ഈശ്വരനിൽ ജീവഭാവം വരുന്നു. സമഷ്ടിയിൽ വരുന്ന ആ ജീവഭാവത്തെയാണ് ഇവിടെ അണ്ഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി സംഭവിക്കുന്ന ആ ജീവഭാവം. അടുത്തു പറയുന്നു, അണ്ഡസ്യ അന്തഹതു ഇമേ ലോകാഹ സപ്തദ്വീപാച മേദിനി. അണ്ഡസ്യ അന്തഹ, ആ അണ്ഡത്തിന്റെ ഉള്ളിൽ ആ സമഷ്ടിയായിരിക്കുന്ന മായാകാര്യമായിരിക്കുന്ന ആ ഹിരണ്യഗർഭ അവസ്ഥ, അതിന്റെ ഉള്ളിലായി എന്ന് പറഞ്ഞാൽ അത് കാരണമായി, അതിന്റെ കാര്യമായി ഇമേ ലോകാഹ, ഈ സർവ്വലോകങ്ങളും, ലോകങ്ങളെന്ന് പറയുന്നു ഈ സർവസ്ഥൂലഭാവങ്ങളും. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സപ്തദ്വീപ മേദിനീച്ച, സപ്തദ്വീപികളോട് കൂടിയിരിക്കുന്ന ഈ മേദിനിയും ഈ ഭൂമണ്ഡലവും. ഈ ഭൂമണ്ഡലത്തിൽ സപ്തദ്വീപുകളുണ്ടെന്നാണ് നമ്മൾ ഭൂഖണ്ഡങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ സപ്തദ്വീപുകളോടുകൂടിയിരിക്കുന്ന ഈ ഭൂമണ്ഡലവും ഈ മേലോകാഹ, മറ്റു സർവസ്ഥൂല ഭാവങ്ങളും എന്താണ്? ഈ സൂക്ഷ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അത് അന്തർഭവിച്ചിരിക്കുന്നു? കാര്യകാരണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ആ തത്വമനുസരിച്ച്, ആ ന്യായമനുസരിച്ച് പറയുകയാണ്. കുടം മണ്ണിൽ അന്തർഭവിച്ചിരിക്കുന്നു, ആഭരണങ്ങൾ സ്വർണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതുപോലെ ഈ പൃഥിവി, ഭൂമണ്ഡലം, അതിന്റെ കാരണമായിരിക്കുന്ന സൂക്ഷ്മ പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അങ്ങനെ സ്ഥൂല സൂക്ഷ്മത്തിലുള്ള ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെട്ട് ജീവൻ ബന്ധനസ്ഥനായിരിക്കുന്നു. അതിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആ ബന്ധനസ്ഥനായിരിക്കുന്ന ജീവനെ അപ്പുറം ആണ്, അതിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ആര്? നാരായണ. അപ്പോൾ ശാസ്ത്രത്തിന്റെ ആവശ്യത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ശാസ്ത്രം അത് ബോധിപ്പിക്കുകയാണ്. ജീവനെ നീ ബന്ധനസ്ഥനാണ്, നാരായണൻ, നിന്റെ സ്വരൂപമായിരിക്കുന്ന നാരായണൻ നിനക്ക് പരനാണ്. നിനക്കും ഈ നാരായണനും ഇടയ്ക്ക് അവ്യക്തമുണ്ട്. അവ്യക്തം സൃഷ്ടിച്ച് ഈ ജഗത്തിനോടാണ് നീ അപരനായി താതാത്മ്യരൂപത്തിലിരിക്കുന്നത്, മറിച്ച് നാരായണനോടല്ല. ഇതാണ് ബന്ധനാവസ്ഥ. ഇതിൽ നിന്നും മോചനത്തിന് വേണ്ടി പരിശ്രമിക്കണം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അപരാവസ്ഥയാണ്.